വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 26 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ചു, നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നതെന്തെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെയെല്ലാം മുൻപാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസ്രായനായ യേശുവിന്റെ കൂടെയുണ്ടായിരുന്നു. ഞാൻ അവനെ അറിയുകയില്ല എന്നവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ് തീർച്ച. നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. പത്രോസ് ആകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കോഴി കൂകുന്നതിനു മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർത്തു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. തെറ്റാണ് താൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയ പത്രോസ് അത് തിരുത്താൻ തയ്യാറാകുന്നു. മതാധികാരികൾ യേശുവിനെ അന്യായമായി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ജനങ്ങൾ ജനകീയമായ രീതിയിൽ ആ വിധി നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലും ശിഷ്യപ്രമുഖനായ പത്രോസ് കോടതി പരിസരത്ത് മഹാപുരോഹിതന്റെ മുറ്റത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് മഹാപുരോഹിതന്റെ പരിചാരികമാരിൽ ഒരു സ്ത്രീ ആ വഴിക്ക് കടന്നു വരുന്നതും ആകസ്മികമായി പത്രോസിനെ കണ്ടുമുട്ടുന്നതും തിരിച്ചറിയുന്നതും. ആ സ്ത്രീ പത്രോസിനോട് തന്നെ ചോദിക്കുന്നു, നീ യേശുവിന്റെ ശിഷ്യനല്ലേ? ഭയപ്പെട്ടിട്ടായിരിക്കണം പത്രോസ് ആ സ്ത്രീയോട് നിഷേധിക്കുന്നു, ഞാൻ ഒരിക്കലും യേശുവിനെ കണ്ടിട്ട് പോലുമില്ല എന്ന രീതിയിലാണ് പത്രോസിന്റെ സംസാരം. തെറ്റാണ് പത്രോസ് പറഞ്ഞത് എന്ന് പത്രോസിന്റെ അന്ധകരണം മന്ത്രിക്കുന്നുണ്ട്. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി പത്രോസ് പുറത്തു പോകാൻ വേണ്ടി കവാടത്തിനടുത്ത് വെച്ച് മറ്റൊരു പരിചാരിക ശിമയോൻ പത്രോസിനെ കണ്ടുമുട്ടുകയും അവിടെ കൂടിയിരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ വീണ്ടും, ഇയാള് യേശുവിന്റെ ശിഷ്യനാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ എന്ന രീതിയിൽ ആ സ്ത്രീ സംസാരിക്കുന്നു. പത്രോസ് വീണ്ടും അത് നിഷേധിക്കുന്നു. പത്രോസിന്റെ നിഷേധവാക്കുകളും ആകെ കൂടിയുള്ള പരിഭ്രമവും കണ്ടിട്ടായിരിക്കണം അവിടെ കൂടിയിരുന്ന ആളുകള് അതിലിടപെടുന്നു. അവർ പത്രോസിന്റെ സംസാര രീതിയും ശൈലിയും കണ്ടിട്ട് അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ തറപ്പിച്ചു പറയുന്നു, നിന്റെ ഭാഷ ഒരു ഗലീലിയന്റെ ഭാഷയാണ്. തീർച്ചയായും നീ ഗലീലിയക്കാരനാണ്. അതിനാൽ തന്നെ യേശുവായിട്ട് നിനക്ക് ബന്ധമുണ്ട്. ഇത് കേട്ടപ്പോൾ പത്രോസ് ആണയിട്ട് നിഷേധിക്കുകയാണ്, ഞാൻ ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ ശിഷ്യനല്ല എന്ന്. തീർച്ചയായിട്ടും പത്രോസിന്റെ മനസാക്ഷിയിൽ താൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത ഒന്ന് കാണാം. പക്ഷേ ഭയത്തിന്റെ വികാരത്താൽ അധീനനായിട്ടായിരിക്കണം പത്രോസ് അങ്ങനെ സംസാരിക്കാൻ ഇടവന്നത്. 3ാം തവണയും പത്രോസ് യേശുവിനെ നിഷേധിച്ച് പറഞ്ഞ ആ ക്ഷണത്തിൽ തന്നെയാണ് കോഴിയുടെ കൂകൽ ശബ്ദം പത്രോസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിമിഷങ്ങൾക്കകം പത്രോസിന് ഓർമ്മ വരുന്നു, തന്റെ ഗുരു ഒരിക്കൽ പറഞ്ഞത്, ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം താൻ നിഷേധിച്ചു പറയാനിടവരും എന്ന്. യഥാർത്ഥത്തിൽ പശ്ചാത്താപവിവശനായിക്കൊണ്ട് പത്രോസ് ദുഃഖഭാരത്താൽ വിതുങ്ങിക്കരയാൻ തുടങ്ങി. തനിക്ക് പറ്റിയ തെറ്റിന്റെ ആഴങ്ങള്, അതിന്റെ ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് പശ്ചാത്താപവിവശനായി ആ തെറ്റ് തിരുത്താൻ സന്നദ്ധനാകുന്ന പത്രോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പത്രോസ് കാര്യം നിഷേധിച്ചു പറയാനിടവന്നു. സത്യവിരുദ്ധമായിട്ട് ഉള്ള പ്രസ്താവനകൾ ഇറക്കിയെന്നുവരികിലും പത്രോസിൽ നാം കാണുന്ന ഒരു നന്മ കണ്ടില്ലെന്ന് വെക്കരുത്. താൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം തന്നിലേക്ക് കടന്നു വന്നപ്പോൾ ആ നിമിഷം തന്നെ ആ തെറ്റ് തിരുത്താൻ സന്നദ്ധനാകുന്ന നന്മ നിറഞ്ഞ ഒരു മനസ്സ് നമുക്കിവിടെ കാണാം.
ഈ നന്മ പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു പോകാനല്ലേ ഇടവരുന്നത് എന്നുള്ളതല്ലേ സത്യം.